നിതിൻ കണിച്ചേരി അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു ഒഫീഷ്യൽ പരാതിയും ഇല്ലാതിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹം വാശിയോടെ നേടിയെടുത്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കുകയും ചെയ്തില്ലേ? അതൊരു നടപടിയല്ലേ? അടുത്ത ഘട്ടത്തിൽ ഇതാ പരാതി വരുന്നു, പരാതി കിട്ടുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെ പോലീസിന് കൈമാറുന്നു, അദ്ദേഹത്തെ ഇതാ ഇപ്പോൾ പൂർണ്ണമായും പുറത്താക്കുന്നു, ഇനി തിരികെ പ്രവേശിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഈ പരാതികൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ നടപടിയെടുത്തു എന്ന ചോദ്യം ഏതെല്ലാം കേസിൽ ചോദിക്കാൻ കഴിയും? ഏതെല്ലാം കേസിൽ നമുക്ക് ചോദിക്കാൻ കഴിയുന്നതാണ്? അങ്ങനെ എടുക്കാത്ത ഏതെല്ലാം പാർട്ടികളുണ്ടെന്ന് നമുക്കറിയാം. ഇനിയിപ്പോൾ കോടതി കുറ്റവാളി എന്ന് കണ്ടെത്തിയ ആളുകളെ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ഇപ്പൊ പോലും വേണമെങ്കിൽ കോൺഗ്രസ് ചെയ്യാമായിരുന്നല്ലോ. പരാതി മാത്രമല്ലേ ഉള്ളൂ, കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കുറ്റക്കാരനെന്ന് വിധിച്ചില്ലല്ലോ, ശിക്ഷ വിധിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അയാളെ സംരക്ഷിക്കാമായിരുന്നല്ലോ. ആരെയെല്ലാമോ ഏതെല്ലാമോ പാർട്ടികൾ സംരക്ഷിച്ചതുപോലെ ഇപ്പോൾ നിങ്ങൾ പത്മകുമാറിനെ സംരക്ഷിക്കുന്നത് എന്താണ്? അദ്ദേഹം പാർട്ടി ചുമതലയിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞല്ലേ. ജില്ലാ കമ്മിറ്റിയിലുണ്ട്, അത് മറച്ചു വെച്ചൊരു കള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സംരക്ഷിക്കാമല്ലോ. കുഞ്ഞനന്ദൻ്റെ കേസിൽ അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചില്ലേ? ആ കോടതി തന്നെയും തെറ്റാണെന്ന് പറഞ്ഞല്ലേ അദ്ദേഹത്തെ സംരക്ഷിച്ചത്. ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ കേസിലെ കൊലയാളി എന്ന് പറഞ്ഞാൽ കൊലപാതകം എന്ന് പറഞ്ഞ നിഷ്ഠൂരമായ ആക്ടിൽ പങ്കെടുത്ത ആൾ, ആ ആളുടെ കല്യാണത്തിൻ്റെ മുഖ്യകർമ്മിയായി പോയത് നിങ്ങളുടെ MLA അല്ലേ, ഇപ്പോഴത്തെ സ്പീക്കർ. അപ്പോൾ ആ നില സ്വീകരിക്കാമായിരുന്നു, കോൺഗ്രസിന് ചെയ്തില്ലല്ലോ. അവരെ കോടതി വിധിക്ക് കാത്തില്ല, അന്തിമ വിധിക്ക് കാത്തില്ല, ഒന്നിനും കാത്തില്ല, പുറത്ത് എന്ന് പറഞ്ഞു. നിങ്ങൾ ആ നടപടിയെ ഒരു നിലയ്ക്കും അംഗീകരിക്കില്ല എന്നത് ഏത് യുക്തിയാണ്?